കളർ ബ്ലാക്ക് കളർ എന്റെ സൈഡിലേക്ക് അത് ലൈറ്റ് അടിച്ചിട്ടുണ്ട്. അത്ര കറുപ്പൊന്നുമില്ല ഞാൻ. അങ്ങനെ ഞാനും അക്കുച്ചയും ഇപ്പൊ പോയിക്കൊണ്ടുണ്ട്. കാസർഗോഡ് പോകുന്നുണ്ട്. അത് എന്തിനും ചെല്ലുങ്ങ എന്തിനാ അക്കുച്ച പോകുന്ന ഞാനും നീയോ? എന്റെ ഡെലിവറിക്ക് ആവശ്യമുള്ള തിങ്സ് ബൈ ആക്കാൻ വേണ്ടിട്ട് ഞാനും അക്കുച്ചയും പോകുന്നുണ്ട്. അനക്കുള്ള എന്ത് മാറ്റർനിറ്റി ഗൗൺ അങ്ങനത്തത്, പിന്നെ ബേബിക്കുള്ള കോട്ടൺ ക്ലോത്ത് അങ്ങനത്തെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത്. വി ആർ സോ എക്സൈറ്റഡ്. അക്കുച്ചക്ക് എന്ത് നീ എക്സൈറ്റഡ് ഒക്കെ അല്ലേ? എന്താ ബേബി കിടക്കുന്നതിനുണ്ടോ അല്ല അനക്ക് എടുക്കുന്നതിനുണ്ടോ? നീ എന്ത് വിചാരിച്ചപ്പോ അല്ല നീ ചെല്ല്. ആർക്ക് എടുക്കുന്നുണ്ട്? ബേബിക്കാ അനക്കാ? അപ്പൊ ബേബിക്കല്ലേ കേൾക്കണം. ബേബിക്കും നിനക്ക് ആരോ ഇപ്പൊ ഞാൻ ഡെലിവറി ആയെങ്കിലേ നിനക്ക് ആരെ ഇഷ്ടം? നിന്ന അല്ലാതെ നിനക്ക് കുത്താനല്ലേ? ഞാൻ കൊറേ ഷോർട്സ് എല്ലാം ഇത് റീൽസ് എല്ലാം കണ്ടിരുന്നു. റീൽസ് അല്ല ഞാൻ കേട്ടത്. സത്യം ഞാനിപ്പില്ല കൈ കാട്ടിങ്ങനെ ഞാൻ കാര്യം പറയുന്നറിയോ? സത്യം എന്താ പറയാ, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ എനിക്ക് ഇഷ്ടം ബേബീനെ, അപ്പൊ എന്നെ ഇഷ്ടല്ലേ? അപ്പൊ നിന്നിഷ്ടം, അപ്പൊ ബേബീനെ ഇഷ്ടം. ഫസ്റ്റ് ആരും ഇഷ്ടം? അപ്പൊ ഫസ്റ്റ് നിന്നെ ബേബി നമ്മളതല്ലേ എന്ത് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാനാകെ പെട്ട് ജാങ്കോ പെട്ടടാ. ഇപ്പൊ പ്രശ്നമില്ല, സോൾവ് ആയില്ലേ? അപ്പൊ നിനക്ക് എന്നല്ലേ ഫസ്റ്റ് ഇഷ്ടം നിന്നെ? അല്ലേ ഫസ്റ്റ് ഇഷ്ടം നിന്നെ. അവ എന്നെ കാണിക്കുന്നില്ല നീ പറയുമ്പോ. അതെന്തറിയോ കൈ കാട്ടിക്കുന്ന ഇങ്ങനെ പിടിക്കുമ്പോ ഇവിടെ ഈ ഡാഷ് ബോർഡ് ഓപ്പൺ ആക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫോണല്ലേ വെക്കുന്നുണ്ട്. ഇങ്ങനെ 360 ഞാൻ നീ കറുപ്പിച്ചതല്ല ചെറിയ ഡൗട്ട്. നിന്റെ അടുത്ത് സൺലൈറ്റ് കൊറേ ബീന്ന്, അപ്പൊ അങ്ങനെ നിന്നെ കറുത്ത് പ്രശ്നമില്ല. സമാധാനായ നീ പൊത്തിട്ടുണ്ടാക്കിച്ച വലിയ തിരക്കിൽ വന്നില്ലല്ലോ എന്തായാലും. നീ എന്തിനാ ഇടുന്ന മേക്കപ്പ്? നീ മേക്കപ്പ് നീ എന്നെ ചെല്ലണത് മേക്കപ്പ്. വേറെ നിനക്ക് ചോദിക്കാനുള്ള ചോദിക്കാനുള്ളത് അത് നിനക്ക് എന്ത് കുഞ്ഞ് ഇഷ്ടം? പെണ്ണ് കുഞ്ഞാണോന്നാ ആണ് കുഞ്ഞാണോന്നാ? എന്ത് കിട്ടിയെങ്കും ഞമ്മക്ക് അല്ല തരുന്നത്. ഇപ്പൊ എന്തായെങ്കിലും ആവും. എന്നെങ്കിലും നിനക്കൊരു ഇതില്ലേ പെണ്ണ് കുഞ്ഞാണോന്നാ ആണ് കുഞ്ഞാണോന്നാ അങ്ങനത്തെ ഒരു ഇത് ഏതാവുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതില്ലേ നിനക്കുണ്ട്? അക്കുച്ചക്കുണ്ട്. അക്കുച്ചക്കില്ലേ പെണ്ണ് കുഞ്ഞാണോന്നൊരു ഇതുണ്ട് മാത്രം. ഏതല്ല തന്ന് അതിനെന്ത് രണ്ട് കൈയും എന്താക്കിട്ട് അങ്ങനെ അങ്ങനെ ചെന്ന് മലയാളം അറിയുന്നില്ലേ? ഞാൻ നേരെ എന്റെ ഭാഷയിൽ ചെല്ലാൻ ഞങ്ങൾക്ക് അറിയാം. നിന്റെ ഭാഷയിൽ പറഞ്ഞു കൈ നീട്ടിട്ട് മേങ്ങണം. അത് മറ്റു ഭാഷയിൽ ശുദ്ധ മലയാളം അങ്ങനെയാണ്. എന്ത് ഞാൻ ചൊല്ലിക്കൊണ്ടാ ഞാൻ എനിക്കിപ്പൊ മറവി രോഗല്ലോ കൂടിനെ കുറിച്ചാ അങ്ങനെ ഞാൻ പറഞ്ഞോണ്ടേ. നിനക്ക് ഓർമ്മയില്ലെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് അടിക്കാം. സ്റ്റോപ്പ് അടിച്ചിട്ട് വെച്ചിട്ട് കേക്കാം, എന്നിട്ട് പോയിട്ട് എടുക്കാം. എന്റെ ഫോൺ പിടിക്കുന്ന സെൽഫി സ്റ്റിക്ക് ആ സാധനം ഉണ്ട് ഇവിടെ. അങ്ങനെ പോലെ ആ കുച്ചെടുത്തിട്ട് തരുന്നില്ല. കൈ കടിയില്ല ഇങ്ങനെ പിടിച്ചിട്ട്. പാപ്പ ഞാൻ അതിങ്ങൊന്നുണ്ട് ഫോൺ കുറെ കുറി. മറ്റേന്ന് എന്താ ചെക്കപ്പ് ഞങ്ങക്ക് പോവാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗ് സെപ്പറേറ്റ് ഞാൻ എടുക്കുന്നതായിരിക്കും. അത്ര ഇത് എപ്പോ ഇടുന്ന എനിക്കറിയില്ല. ഈ വ്ളോഗ് നിങ്ങൾ എപ്പോ കാണുന്ന അല്ലാക്കറിയും. ഈ എന്ത് പർച്ചേസിന് പോയ വ്ളോഗ് എല്ലാം എല്ലാം പോസ്റ്റ് ആക്കും. മാത്രം ബേബിയെ പോസ്റ്റ് ആക്കാൻ എനക്കാന്നില്ല. അതാണ് പ്രശ്നം. കഴിഞ്ഞില്ല വെച്ച് നോമ്പിടിച്ചിട്ട് കഴിഞ്ഞില്ല. ഞാൻ പ്രഗ്നന്റ് ഒക്കെ നോമ്പും പിടിക്കണം, എല്ലാം പണിയും എടുക്കണം. എന്നിട്ട് ഞാൻ റോബോട്ടാ. വേണ്ട ഞാൻ നോമ്പിടിക്ക പണിയെടുക്കുന്നില്ല. നീ ആക്കിയില്ലേ? നീ ഹെൽപ്പ് ആക്കണം എനിക്ക്. നിനക്ക്
സ്വർഗത്ത് പോണ നരകത്തേക്ക് പോണ. ഞാൻ ഡ്രൈവ് ആക്കാൻ പ്രശ്നം എന്തില്ല, ഗിയർ മാത്രം ഒന്ന് ഇട്ടാ മതി. ഗിയർ ചേഞ്ച് ആക്കുമ്പോ നീച്ചല്ലേ ഞാൻ ക്ലച്ച് അമർത്തിട്ട് പിടിക്കാം. ഞാൻ ഫസ്റ്റ് ഇടുമ്പോക്ക് തേർഡ് വല്ല പോന്ന ഗിയർ അതങ്ങനെ എനിക്കറിയാം. ഫസ്റ്റ് ഗിയറിൽ മാത്രമേ അല്ല സെക്കൻഡിൽ സെക്കൻഡിൽ മാത്രമേ ഫസ്റ്റിൽ മാത്രമേ രണ്ടിലും അറിയാം നിനക്ക്. തേർഡ് ഇടുമ്പോ അത് ഫോർത്ത് കാര്യം ഓട്ടോമാറ്റിക്കലി പഠിച്ചാ പോരെ, ഗിയറില്ലേ ഈസി കാര്യം, അത് നല്ലതല്ലേ എനിക്ക്. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ ഓട്ടോമാറ്റിക്കലി അന്നെങ്കിൽ ഈസി അല്ല എനിക്ക് ഡ്രൈവിംഗ്. ബാക്കിയെല്ലാം അറിയില്ല കൊണ്ടുപോകാനല്ലോ. നമ്മൾ ഡ്രൈവ് ആക്കിക്കൊണ്ട് പോകുമ്പോ ഏത് സൈഡിൽ ഡ്രൈവ് ആയിക്കൊണ്ട് പോകേണ്ടത്, ഏത് സൈഡിൽ ഡ്രൈവ് ആയിക്കൊണ്ട് പോകേണ്ടത്. ഇങ്ങനെ ഇപ്പൊ പോകുമ്പോ ഞാൻ പോകേണ്ടത് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ്. നീ ഉള്ളത് ദുബൈയിലാ എവിടെ ഇന്ത്യയിലാ? ഇന്ത്യയിൽ റൈറ്റ് സൈഡിലെ വണ്ടി ലെഫ്റ്റ് സൈഡിലെ വണ്ടിതാ. ഇപ്പൊ ഞമ്മ ഓവർടേക്ക് ആക്കുന്നിരിക്ക് ഇപ്പുറത്തെ റൈറ്റ് ഓവർടേക്ക് ആക്കുമ്പോ റൈറ്റ്. ഞമ്മ ഡ്രൈവ് ആയിക്കൊണ്ട് പോകേണ്ടതില്ല ലെഫ്റ്റ്. അപ്പൊ നീ നേരത്തെ എന്ത് പറഞ്ഞ? ഓവർടേക്ക് ആക്കുമ്പോ ഒന്നിന്റെ ബാക്കിലേക്ക് ഇപ്പുറത്തെ ലെഫ്റ്റ്. അങ്ങനെ നമ്മ കാസർഗോഡോളം കൊച്ചിക്ക് ഒന്ന് വിചാരിക്കാം. കൊച്ചിക്ക് ഓവർടേക്ക് ആക്കി ലെഫ്റ്റ് തന്നെ വന്നാ റൈറ്റിൽ തന്നെ ഓവർടേക്ക് ആക്കി കൊണ്ട് പോന്ന അത്ര വണ്ടി ഉണ്ട് ഈ സൈഡില്. നിനക്ക് അറിയുന്നില്ല അതല്ലേ? അത് പോയിച്ചൊരിക്കൽ ഷാഹിന്റെ എല്ലാവർക്കും അർജന്റ് പ്രസവിക്കാൻ ഞങ്ങക്ക് പോലും ഇത്ര അർജന്റ് ഇല്ല പോയാൽ. ഞാൻ ഇപ്പൊ റൈറ്റ് സൈഡ് തന്നെ ഓർണിട്ട് കൊണ്ട് കാസർഗോഡോളം പോകും. അങ്ങനെ ഞാൻ ഈ ഡെലിവറി ആവുന്ന എനിക്ക് കുറച്ചൊന്നുള്ളതാ. എന്നോട് പറഞ്ഞ എനിക്കറിയാലോ ഇപ്പൊ, എനിക്കറിയാത്ത കാര്യം. നിനക്ക് അറിയാന്ന് ഞാൻ ഓർമ്മിച്ചത്. നീ എന്നാൾക്കിരുതുബേക്ക് പോകുന്നു മറ്റേ ഇത് ഷേക്കാന്നോ നീ ഫോൺ ഇങ്ങനെ പിടിക്കുമ്പോ ഞാൻ ഗ്ലാസ് തുറന്നിട്ട് ചാട് ഷേക്കാവല്ല. അവൻ നിനക്ക് വേണ്ടേ ഉള്ളാക്ക് ഇങ്ങനെ ആടുന്ന ഈ സ്ഥലം ഏത്? ഒരു ബോർഡും നിനക്ക് കാണുന്നില്ല. ഇത് മൊഗ്രാല് കറക്റ്റ് പറ. ഒക്കെ മൊഗ്രാല് തന്നെ. എനിക്കെങ്ങനെ അറിഞ്ഞ? കുമ്പള കഴിഞ്ഞങ്ങ് മൊഗ്രാലല്ലേ? അത് കഴിഞ്ഞങ്ങ് എന്ത് സി എന്ത് സ്റ്റാർട്ട് ആവുന്ന ഒരു പേര്? സീതങ്കോളി സിയാ. മലയാളത്തില് സി അല്ലേ? ഞാൻ ആ സി പറഞ്ഞു, നീ വേറെ ഇംഗ്ലീഷ് സിയാ. ചൗക്കിയ. എനിക്ക് എന്തും അറിയത്തില്ലല്ലേ സ്ഥലം, എന്താ അറിയില്ല കാസർഗോഡ്. അത് പിന്നെ ഈ രണ്ട് എന്ത് കുന്തം ഇത് മൊയില് പോലെ കട്ടീന്. അപ്പൊ ഞങ്ങക്ക് എങ്ങനെ അറിയുന്ന സ്ഥലമല്ലോ? നീ പറഞ്ഞത് കറക്റ്റ്. ആകാശം മാത്രം കാണും. സംഭവം കറക്റ്റ്. 2 റോഡ് ഉണ്ട്. കുമ്പള കഴിഞ്ഞ് നേരെ പിന്നെ കാസർഗോഡ്. അങ്ങനെ തീർന്നു. റോഡ് ഫുള്ള് അവിടെ നിർത്താനും പിടിക്കാനും നിർത്താൻ അപ്പുറത്തിൽ പോകുന്നു. നീ പറഞ്ഞ കറക്റ്റ് തന്നെ. എനിക്ക് കാസർഗോഡ് പോനെ. അപ്പൊ എനിക്ക് കാസർഗോഡ് മാത്രം പഠിച്ചാൽ മതി. കുമ്പളം കാസർഗോഡ് തെറ്റില്ല. എന്റെ ഭാഗത്ത് തെറ്റില്ല. ഞാൻ കറക്റ്റ് ചോദിച്ചു, നീ കറക്റ്റ് പറഞ്ഞു. ഇതിപ്പോ മൊഗ്രാളെ ഞങ്ങൾക്കറിയാം. ഇതാ നീ എന്നെ പുറത്ത് നോക്കിട്ട് കണ്ടുപിടിക്കുക. നീ അത്ര നോക്കാതെ. ഇത് ചന്ദ്രഗിരി ഗസ്റ്റ് ഹൗസിന്റെ അടുത്തെത്തിയതാ. ചന്ദ്രഗിരി ഗസ്റ്റ് ഹൗസ് അപ്പത്തെ ബോർഡ് ഇട്ടിട്ടുണ്ടേ. ചന്ദ്രഗിരി പാലെത്തിയ നിങ്ങൾ സ്പീഡ് പോയ ബൈക്ക്. ഇത് മൊഗ്രാൽ ഇത് സൽവ. നീ എന്തിനാ പല്ലാന്നില്ല? ഞാൻ മൊഗ്രാള് നേടിട്ടാകുമ്പോ നീ അല്ല അല്ലേ? പിന്നെ അന്നല്ലേ നീ വന്ന റോഡ് കാണിച്ചു തരാം. റോഡ് ശരിയാക്കി കുലുങ്ങം തോന്നുന്നു നേരെ ആയിട്ടാവോ? എല്ലാവർക്കും കണ്ടോ ഒട്ട റോഡ് കുലുങ്ങുന്നു. എന്നെ റോഡ് നേരാക്കി പണി ബേബേ തീർക്കും. ഇവിടെ ഞങ്ങക്ക് മറ്റൊന്ന് ഡെലിവറിക്ക് വരാനുള്ള. അപ്പൊ ഞാൻ പെയിൻ ആയിട്ടാകുമ്പോക്ക് ഈ റോഡിൽ സ്പീഡ് വന്നെങ്കിൽ ഞാൻ കാറിൽ തന്നെ ഡെലിവറി ആവും. കുലുങ്ങു അക്കു ചാടുന്നു പൈസ ലാവാക്കാൻ നോക്കുന്ന. നീ പറഞ്ഞ അപ്പുറത്തേക്കുള്ള ബാക്കിയാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഞാൻ നീ അത് വണ്ടാക്കിയതായിരിക്കും ക്യാമറ ഉണ്ടാൻ വിടുന്നില്ല എന്നെ. നീ
ഭയങ്കര വെയിലത്ത് കൈന്നില്ല പാപ്പ വേണ്ട. ഇനി ഞാൻ ഷോപ്പ് കത്തിട്ട് കാണാം. ഓക്കെ അക്കുച്ച പാട്ട് പാടുന്നു. ഞാൻ ഇത് ഇടല്ല വ്ളോഗില്, നീ പാട്. കട്ടിങ് അല്ല, നീ പാട്ട് പാടാ. ഇത് ഞങ്ങക്ക് നീ ദുബൈക്ക് പോയി മിസ്സായി നോക്കിയാ വ്ളോഗിൽ ഇടല്ല. പാട്ട് പാട്. ഏത് പാട്ട്? ഏതൊന്നൊന്ന് പാട്. दिल के अंदर तू है ना, सामने भी तू है ना, आँख में भी तू है फातिमा, फातिमा ओ ओ ओ यो यो. നേരെ പാടച്ച. എനിക്കല്ലേ അറിയലാണ് കറക്റ്റ്. നീ പാടുന്നല്ലോ. നെഞ്ചുക്കുള്ളേ നീ താനേ കണ്ണുക്കു അങ്ങനല്ലേ. എനിക്ക് ലൈൻ എന്താ അറിയാനുണ്ട്. ചിലപ്പോൾ ഞാൻ എന്ത് പാട്ടാടുന്നത് ഞാൻ വെച്ച് തരുന്ന. നീ പാട്. ഇത് കോപ്പിറൈറ്റ് വരുന്ന മറ്റേ ചാനലില്. നീ പാട്. ഞാൻ അങ്ങനെ പാടാതെ അങ്ങനെ കോപ്പിറൈറ്റ് വരുന്ന ഞാൻ പാടിയ പ്രശ്നം വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പാടാതെ. ഒരു മിനിറ്റ് നീ അല്ല ഞങ്ങൾക്ക് ഇപ്പൊ വ്ളോഗിൽ വന്നിട്ട് പാടട്ടെ. കിട്ടിയ സുവർണ സുന്ദരി ചെഞ്ചന മഞ്ചലമോടെ വസന്തമേ അനുരാഗരൂപിണി ചന്ദ്രിക ചാരിലയും മജനുമാ തൊണ്ട നമ്പലാന്ന് നോമ്പിടിച്ചിട്ടുണ്ട്. തണ്ണി കുടിക്കാതെ തൊണ്ട പറ്റിയിട്ടുണ്ട് അക്കുച്ചന്റെ. അങ്ങനെയാണ് പാട്ട് ശരിയാവാത്തത്. അല്ലെങ്കിൽ അക്കുച്ച നല്ല പാട്ട് പാടും. നീ എന്താ അങ്ങനെയില്ല പയ്യെടുക്കാൻ. നിന്നെ കുത്തി ഞാൻ. എന്തിനാ നോക്കുന്ന? അതിന്റെ ബാസ്കറ്റ് സാധനം നേരെ കാണാൻ കാല. ഇതെങ്ങനെ ഉള്ളിലാ ഇത് കളറില്ലല്ലോ വേണ്ടേ? ഈ കളർ നെക്സ്റ്റ് സാധനം പീസ് തന്നെ വരുന്ന ലിസ്റ്റ് സാധനം. ഈ തോർത്തില് പോവല്ലോ വേണ്ടി പ്രൊമോഷൻ ആക്കുന്നത്. നീ ഞാൻ നോക്കണ്ടേ പോ. കണ്ണ് കാണുന്നില്ല. പണ്ടേ അറിഞ്ഞെങ്കിൽ ഇത് ചെറിയ ഇതാ സൈസ്. അതുവരെ ചെയ്തില്ല. സോപ്പാ